വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മറ്റുള്ള സമൂഹങ്ങളിലേക്കോ അല്ലെങ്കിൽ അധികാരികളിലേക്കോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത്തരത്തിലുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം എന്നുള്ളത്. അപ്പൊ അതൊരിക്കലും വിദ്യാർത്ഥി സംഘടനകളുടെ നിരോധനം കൊണ്ട് ഒരിക്കലും റാഗിംഗ് അവസാനിപ്പിക്കും എന്നുള്ള അഭിപ്രായമല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ SFI ആണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. SFI ഇല്ലാത്ത കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ അവിടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന SFIയുടെ കീഴിൽ നിൽക്കുന്ന ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രതിക്കൂട്ടിൽ വരുന്നത് കൊണ്ട് SFI ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങുകൾ നടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും പറയാൻ പറ്റും. ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ക്രൂരത ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ ഇക്കോ സിസ്റ്റം ഇന്ന് കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, മറ്റുള്ള കോളേജുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും ഇതേപോലെ അത് വിദ്യാർത്ഥി രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല. പക്ഷേ ഇവിടെ മാത്രം ഒരു പ്രസ്ഥാനത്തിലെ ആൾക്കാരെ വരുമ്പോൾ അത് ടാർഗറ്റ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഒരിക്കലും. ഇപ്പോ നമ്മൾ പുറത്ത് വന്നിട്ടുള്ള ഏതൊരു റാഗിംഗ് കേസ് എടുത്ത് നോക്കുമ്പോഴും ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് SFIയുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന ആളുകളാണ്, ഭാരവാഹികളാണ് ഇത്തരത്തില് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ കരുതാൻ സാധിക്കില്ല.